കലോത്സവം സ്പോർട്സ് മീറ്റ് ഫണ്ടുകൾ അനുവദിക്കാത്തതിനെതിരെ കേരള സർവകലാശാലയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, സംഘർഷത്തിന് എന്തെങ്കിലും മയമുണ്ടോ? എന്താണിപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്? ഇപ്പോഴും ഒരു അയവുമില്ല. ഇപ്പോൾ വീണ്ടും മുദ്രാവാക്യം വിളികൾ തുടരുകയാണ്. കാരണം വി സിയോട് സംസാരിക്കൂ, വി സി ഒരു മറുപടി നൽകട്ടെ എന്നുള്ള ആവശ്യമാണ് എസ്എഫ്ഐ പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. എന്നാൽ വി സി തൃശ്ശൂരാണ് എന്നുള്ള മറുപടിയാണ് വി സിയുടെ PA നൽകിയത്. അതോടുകൂടി വി സി മറുപടി നൽകട്ടെ, വി സി തൃശ്ശൂർ കേരളത്തിനകത്ത് തന്നെയാണല്ലോ, എന്തായാലും മറുപടി നൽകാൻ കഴിയുമല്ലോ എന്നുള്ള അഭിപ്രായമാണ് എന്തായാലും എസ്എഫ്ഐ പ്രവർത്തകർ പറഞ്ഞത്. എന്തായാലും എസ്എഫ്ഐ പ്രവർത്തകരുടെ ന്യായമായ ആവശ്യമാണ്, വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമാണ് ഈ സർവകലാശാലകളിൽ കലോത്സവം നടക്കുക, ഒരു അക്കാദമിക് വർഷം അവസാനിക്കുന്നതിന് മുൻപ് കലോത്സവം നടത്തുക എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളുടെ ഈ കലോത്സവത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന, കലോത്സവത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള, അതിന്റെ സംഘാടകൻ താല്പര്യമുള്ള, ഒപ്പം അതിൽ വിജയിക്കുന്നവർക്കുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കേണ്ട അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഈ സംഘാടനത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കലോത്സവത്തിന്റെ ഭാഗമാകുക എന്നുള്ളത്. എന്നാൽ കലോത്സവത്തിന്റെ ഭാഗമാകാൻ വി സിയുടെ അനുവാദം കൂടി വേണം. കാരണം 30 ലക്ഷം രൂപയാണ് ഈ കേരള സർവകലാശാലയിലെ കലോത്സവം ഫണ്ട്. ഈ ഫണ്ട് അനുവദിക്കാൻ വി സി തയ്യാറാകണം, അല്ല എങ്കിൽ സിൻഡിക്കേറ്റ് കൂടി അതിന് തീരുമാനമെടുക്കണം. ഇതിന് രണ്ടിനും വി സി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വി സി തയ്യാറാകുന്നില്ല. ഒപ്പം ഈ കലോത്സവം ഫണ്ട് സിൻഡിക്കേറ്റ് യോഗം കൂടാതെ തന്നെ വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് സർവകലാശാലയുടെ ഈ കലോത്സവ ഫണ്ട് അനുവദിക്കാവുന്നതാണ്. പക്ഷെ അതിനും വി സി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇനി വിദ്യാർത്ഥികളുടെ അക്കാദമിക് വർഷം എന്ന് പറയുന്നത് മാർച്ചിൽ അവസാനിക്കും. അതിൽ മാർച്ച് മാസം എപ്പോഴും പരീക്ഷകളുടെ മാസമായിരിക്കും. വിദ്യാർത്ഥികളെല്ലാം പരീക്ഷയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണഗതിയിൽ ഈ കലോത്സവങ്ങൾ സർവകലാശാലകളിൽ നടക്കേണ്ടത്. മറ്റെല്ലാ സർവകലാശാലകളിലും കലോത്സവങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് കേരള സർവകലാശാലയിൽ മാത്രം കലോത്സവം നടത്താൻ കഴിയാതെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അവർക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ വൈസ് ചാൻസലർ ഉറച്ചു നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് എസ്എഫ്ഐ കടന്നത്. എന്തായാലും രാവിലെ 12 മണിയോടുകൂടി എസ്എഫ്ഐ പ്രവർത്തകർ മാർച്ചായി സർവകലാശാലയിലേക്ക് എത്തുകയും സർവകലാശാലയുടെ ഏറ്റവും മുന്നിൽ ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്ന ബാരിക്കേഡുകൾ പൂർണ്ണമായി തള്ളി മാറ്റി, അതിന്റെ കെട്ടഴിച്ച് തള്ളി തകർത്ത് അകത്തേക്ക് കടന്ന് രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിൽ വരെയെത്തി ഇപ്പോൾ സമരം തുടരുകയാണ്. എസ്എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കമുള്ളവർ ഈ സമരത്തിന് നേതൃത്വം നൽകി മുന്നിലുണ്ട്. ഇന്നലെ മുതൽ അവർ അവരുടെ രാപ്പകൽ സമരം ആരംഭിച്ചതാണ്. ഇന്നലെ മുതൽ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ രാപ്പകൽ സമരം തുടരുന്നതിന് സമാന്തരമായി തന്നെയാണ് ഈ ഒരു വലിയൊരു മാർച്ചായി എസ്എഫ്ഐ പ്രവർത്തകർ എത്തുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് എസ്എഫ്ഐ പ്രവർത്തകർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മറ്റ് സംഘർഷ സാഹചര്യങ്ങളൊന്നും നിലയിലില്ല. എസ്എഫ്ഐ പ്രവർത്തകർ രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഒപ്പം പോലീസ് രജിസ്ട്രാറുടെ ചേംബറിനും രജിസ്ട്രാറുടെ ഓഫീസിനുമെല്ലാം കൃത്യമായി സുരക്ഷ ഒരുക്കി രണ്ട് ഭാഗത്തും തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതേ രീതിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് തുടരുകയാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ. ഈ സമരത്തിന് നേതൃത്വം നൽകി എസ്എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം ഒന്നടക്കമുണ്ട്. എന്തായാലും എസ്എഫ്ഐ പ്രവർത്തകരുടെ പ്രധാന ആവശ്യമാണ്. ഇത് കൂടാതെയാണ് മറ്റൊരു ആവശ്യം അവരുടെ സ്പോർട്സ് മീറ്റ്. കാരണം സർവകലാശാല സ്പോർട്സ് മീറ്റുകൾ സർവകലാശാല നടത്തിപ്പ് കഴിഞ്ഞ് അവർക്ക് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സർവകലാശാല സ്പോർട്സ് മീറ്റ് അടക്കം നടത്തേണ്ടതുണ്ട്. അതിന് പങ്കെടുക്കണമെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വിവിധ ഗെയിമുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം CAD അടക്കം നൽകേണ്ടതുണ്ട്. കേരള സർവകലാശാല ആസ്ഥാനം സംഘർഷഭരിതമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിബിൻ JBയും ഉമേഷ് ബാലകൃഷ്ണനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.